ഹലോ ഫ്രണ്ട്സ്, മസനഗുഡി വഴി ഊട്ടി അതായിരുന്നു ഒരു സമയത്തെ ട്രെൻഡ്. ഇപ്പൊ ട്രെൻഡ് മാറി അതിരപ്പള്ളി വഴി മലക്കപ്പാറ, വാൽപ്പാറ അതാണ് ഇപ്പോഴത്തെ പിള്ളേരുകളുടെ ട്രെൻഡ്. ഇപ്പോഴത്തെ പിള്ളേർ മാത്രമല്ല, ഫാമിലീസ് ആയിട്ടും ഒരുപാട് പേര് പോകുന്നതാണ്. എൻ്റെ വീട് ചാലക്കുടിലാണ്. അപ്പം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ രാവിലെ ഒരു 9 മണിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്കും അവിടുത്തെ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തിരിച്ചെത്താവുന്ന രീതിയിൽ നമ്മൾ പോകാറുണ്ട്. അതുകൂടാണ്ട് എനിക്ക് നാട്ടിൽ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മലക്കപ്പാറയുള്ള ഷോപ്പുകളിലേക്കൊക്കെ കൊണ്ടു ചെല്ലാനായിട്ട് നമ്മളും ആ വഴി പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ആ കാർഡിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയുന്നവർക്ക്, സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അറിയാം. പക്ഷേ ആദ്യമായിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഫോണൊക്കെ പിടിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകും. ആ കാർഡിന് പ്രത്യേകത ഉണ്ട്. അതൊരു ഈറ്റക്കാർഡാണ്. അതായത് ഈറ്റ എന്ന് പറയണ ആ മരം, അതായത് മുള പോലുള്ള സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഒരു വനാണ് ഈറ്റക്കാടുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ആനയുടെ മെയിൻ ഇഷ്ട ഭക്ഷണം കൂടിയാണ് ഈ ഈറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈറ്റയുടെ തൊട്ടടുത്ത് ആന നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കാണില്ല. അപ്പം ഈ ഈറ്റക്കാടുകളൊക്കെ റോഡിന്റെ സൈഡിൽ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ ആനയില്ല. നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആന അവിടെ ഇല്ലാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ തൊട്ടടുത്ത് ആന ഉണ്ടാവും. ഈ ഈറ്റക്കാടിന് തൊട്ടടുത്ത് ആന നിൽക്കണ്ടാവും. നമുക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ അത് ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു തുറന്ന വനല്ല, അതൊരു നിബിഡ വനാണ്. ഭയങ്കര ഇത് നമുക്ക് പെട്ടെന്ന് ആനനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ആന നിൽക്കുന്നത് പെട്ടെന്ന് റോഡിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആനനെ നമ്മൾ കാണുള്ളൂ. ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് തുറന്നാണ്, പക്ഷെ കൂടുതലും ഭയങ്കര തിക്കായിട്ടുള്ള ഒരു വനാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ഈറ്റക്കാടുകൾ വരുമ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അവിടെ വണ്ടികൾ പരമാവധി നിർത്താണ്ടിരിക്കുക. അത് ആ റൂട്ടിൽ കയറി കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പോലും വണ്ടി നിർത്തി മൂത്രം ഒഴിക്കാൻ നിൽക്കരുത്. നിൽക്കരുത് കഴിഞ്ഞാൽ മൃഗങ്ങളെ മാത്രമല്ല പേടിക്കേണ്ടത്, ഫോറസ്റ്റുകാരും പേടിക്കണം. കാരണം നമ്മൾ അങ്ങനെ വണ്ടി നിർത്തി, നമ്മൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാന്ന് പറഞ്ഞാലും അവന്മാർ ചിലപ്പോൾ ഫൈൻ അടിച്ച് കയ്യിൽ തരും. അതുപോലെ തന്നെ നമ്മൾ അവരോട് എന്തെങ്കിലും തർക്കുത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവരുടെ ജോലിയാണ് ചെയ്യണത്, എന്തെങ്കിലും തർക്കുത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ അതിക്രമിച്ച് കയറി എന്നും പറഞ്ഞ് ഒരു കേസും കൂടി ചാർത്തി തരും. അപ്പോൾ അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക, എപ്പോഴും സൂക്ഷിക്കുക. ട്രിപ്പുകളൊക്കെ മനോഹരമൊക്കെ അടിപൊളിയാണ്. എൻ്റെ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്.